ഇന്നത്തെ വീഡിയോയിലെ വളരെ പെട്ടെന്ന് നമുക്കൊരു ബോർഡർ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്ത് കൊടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇത്രയും കളേഴ്സ് ആങ്കറിൻ്റെ കോട്ടൻ്റെ ത്രെഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ബോർഡർ വരയ്ക്കാനായിട്ട് ഇതുപോലെ ബോർഡർ ലൈൻ വരച്ച് കൊടുക്കണം. ഏകദേശം ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഈ ഒരു ബോർഡർ ലൈൻ വരച്ച് കൊടുക്കാം. അപ്പോൾ എവിടെയാണ് നമ്മൾ ആ ബോർഡറിൻ്റെ അകത്താണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ 2 ലീഫ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു പ്രോ സർക്കിൾ യൂസ് ചെയ്തുകൊണ്ട് കുറച്ച് ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് റൗണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു 4 ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ താഴേക്ക് 2 ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റെംസും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ശേഷം വീണ്ടും ഒരു 4 ഫ്ലവർ വരച്ച് കൊടുക്കുക. വീണ്ടും താഴേക്ക് നമ്മൾ ആ ഒരു ലീഫ് വരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബോർഡർ ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു സാരി ബോർഡർ ഡിസൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നെക്കിലും സ്ലീവിലും നമുക്ക് ഈ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാരി ബ്ലൗസിൻ്റെ നെക്കിലൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ ദുപ്പട്ടയുടെ ബോർഡർ ഭാഗത്ത് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പടം വരച്ച് കൊടുക്കുന്നത് കേട്ടോ, ഫ്രീ ഹാൻഡായിട്ട്. നമുക്കിനി ആ സ്റ്റെംസിൻ്റെ പോർഷൻ കംപ്ലീറ്റ് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 8 ആയിട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ബോർഡർ ലൈൻ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ബോർഡർ ലൈൻ കംപ്ലീറ്റ് ആ ഒരു ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ആ സ്റ്റെംസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആട്ടോ ലീഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിലേക്ക് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വീഡിയോസിനകത്തൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ, ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ. അതിനുശേഷം നമുക്ക് സാറ്റിൻ ലീഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഭാഗം സാറ്റിൻ ലീഫ് നല്ലോണം തിക്കായിട്ട് തന്നെ ഒട്ടും ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്പുറത്തെ വശം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ഞാൻ 3 സ്ട്രാൻഡ്സിൽ തന്നെ കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത്. ഫുൾ സ്ട്രാൻഡ്സിൽ നമ്മൾ സാറ്റിൻ ലീഫൊക്കെ ചെയ്യുമ്പോൾ ഫുൾ സ്ട്രാൻഡ്സിൽ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ലീഫൊക്കെ ആണെങ്കിൽ ഭയങ്കര വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ സ്റ്റാൻഡേർഡിൽ ലുക്കിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ട്രാൻഡ്സ് ത്രെഡിൽ നമ്മൾ എടുത്താൽ മാത്രം മതിയാവേ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ലീഫ് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ലീഫിന് ഒരു ചെറിയൊരു ഷെയ്ഡിങ് കൂടുതൽ കൊടുക്കാനായിട്ട് വേറൊരു കളറ് ത്രെഡ് എടുക്കുന്നുണ്ട്. അതായത് ഒരു ഇതിനേക്കാളും ഡാർക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒരു ഷെയ്ഡിങ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനത് ഒരു 1 സ്ട്രാൻഡ്സ് ത്രെഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷനെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡാർക്ക് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ഇതേപോലെ എൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു ഷെയ്ഡിങ് കിട്ടാനുള്ള രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അത്ര തിക്കായിട്ടൊന്നും ചെയ്ത് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്കിത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ലീഫ് കുറച്ചും കൂടി നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഫ്ലവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഒരു 1 ഫുൾ സ്ട്രാൻഡ്സ് ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. റിംഗ് നോട്ട് സ്റ്റിച്ചാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നീഡിൽ 2 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ ഒരു റൗണ്ട്സിനകത്ത് എത്ര പെറ്റൽസ് വരുന്നുണ്ടോ അത്രയും പെറ്റൽസ് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പറാണ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. വാട്സാപ്പ് നമ്പറാണ്. വാട്സാപ്പ് മെസ്സേജ് ഇടുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇതിൽ മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ഇടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഫ്ലവറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കളറും അതേപോലെ തന്നെ എൻ്റെ ഡാർക്ക് മജന്ത ഷെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഞാൻ കളർ ഷെയ്ഡ് മാറ്റി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. ഇതുപോലെ ബോർഡർ ഭാഗത്തായിട്ട് ആ ബോർഡർ ലൈൻ വരച്ച് കൊടുത്തതും ബാക്ക് സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സാരിയുടെ ബോർഡർ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക്